ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഞാൻ വരുൺ. സോ ഇന്നത്തെ ഒരു പ്ലാൻഡ് വീഡിയോ അല്ലായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ രാവിലെ മീനൊക്കെ ഇങ്ങനെ നോക്കി, മീനൊക്കെ ഫുഡൊക്കെ കൊടുത്ത് നടന്നപ്പോൾ ഈ മതിലിൽ കുറച്ച് പായലൊക്കെ കണ്ടു. ഒരു മോസ് കാറ്റഗറി ഐറ്റമാണ്. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ കിണറിൻ്റെ സൈഡിൽ ഈ മതിലിലൊക്കെ ഇത് കണ്ടോ, നോക്ക്, ഈ ഒരു പച്ച പായൽ കണ്ടോ, ഒരു മോസ് കാറ്റഗറി ഐറ്റം കേട്ടോ. സോ ഇത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ തോന്നി, ഒരു ടെറാനി ഉണ്ടാക്കി കൊള്ളാമെന്നുണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു ടെറാനിയം. അപ്പോൾ ഉണ്ടാക്കാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം വൈഫ് പറഞ്ഞിട്ടുണ്ടായി ഈ ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഐറ്റം, നല്ല കാണാനൊക്കെ നല്ല രസമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഈ സാധനങ്ങളൊക്കെ വെച്ച് റോക്കൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പറ്റിയ എന്തെങ്കിലും പോട്ടോ എന്തെങ്കിലും ഇപ്പോൾ പോയി വാങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ പോകണം, ജംഗ്ഷനിലേക്കൊക്കെ പോയി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് വരണം. അതിന് മുമ്പ് ഞാൻ ഒരു സാധനം നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊരാളുടെ ഫേവറേറ്റ് ഐറ്റമാണ്. അത് അടിച്ചു മാറ്റേണ്ട വരും ചെയ്യാനായിട്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുതിയൊരു ഐറ്റം പോയി വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടൈം പോകും. സോ അടിച്ചു മാറ്റാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് ആ കാര്യം. ആളിവിടെ ഇരിപ്പുണ്ടേ. എന്നാ പണിയെന്ന്. സോ ഞാനിവിടെ ഒരു ചെറിയൊരു ഐറ്റം കണ്ടു വെച്ചിട്ടുണ്ട്. അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതിനങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോയാലോ? ഗുണവും ഇല്ലാത്തതുകൊണ്ട് എടുക്കണ്ട, വേണ്ട. അപ്പോൾ സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇതുണ്ടോ, CC പ്ലാന്റിന്റെ പോട്ടാ. ഫുൾ വൈറ്റ് ആണ്, അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. ഇത് ഞാനങ്ങോട്ട് അടിച്ചു മാറ്റാ. ഇവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പ്ലാന്റിനെ കൊണ്ടുവന്നു. പ്ലാന്റിനെ എല്ലാം കൊണ്ടുവന്നു. എനിക്ക് ആ പോട്ട് മാത്രം മതി. അത് വേറെ പോട്ട് എടുത്ത് നമുക്ക് ഒരു മൺചട്ടി എടുത്തിട്ട് സെറ്റ് ചെയ്ത് തുറക്കും. സോ നമുക്ക് ഈ വെള്ള സാധനം അടിച്ചു മാറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് അത് സെറ്റ് ആക്കാം കേട്ടോ. മനസ്സോടെ ആണെങ്കിലും സമ്മതിച്ചിട്ട് ഒരു അടിപൊളി ലൈറ്റ് ഉണ്ടാക്കി തരാം മേശപ്പുറത്ത് വെക്കാനായിട്ട്. ഓക്കെ, അപ്പോ നമുക്ക് പോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പോട്ട് അടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഹലോ മൈ ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ പോട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇത് കണ്ടോ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ടെറാനി ഉണ്ടാക്കുന്നത്. എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല. ചിലപ്പോൾ ഫെയിലാവും, ചിലപ്പോൾ സക്സസ് ആവും. എന്നാലും നോക്കാം. വൃത്തിയോടൊന്നും ഉണ്ടാവില്ല. പായലും റോക്കൊക്കെ ആകുമ്പോൾ കാണാൻ എന്തെങ്കിലും ഒരു ഭംഗി ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് സെറ്റാക്കാൻ നോക്കാം. എന്നിട്ട് നമുക്ക് വൈഫിനെ വിളിച്ച് കാണിക്കാം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു നോക്കാം. പക്ഷേ ഇപ്പോൾ നല്ല മൂഡ് ഓഫ് ഒക്കെ ആയിട്ടിരിക്കുമായിരിക്കും പോട്ടടിച്ച് മാറ്റിയതിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തെളിയിക്കും. അതുകൊണ്ട് ഇപ്പോൾ പോയി വിളിക്കണില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ബാക്കി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതും കാണിച്ചു തരാം. ഗായ്സ്, ഇതാണ് നമ്മ പറഞ്ഞ നടൻ മെയിൻ ആള്. ഞാൻ മതിലിൽ നിന്ന് പറിച്ചെടുത്താട്ടോ ഇത് മുഴുവൻ. അതിനകത്തൊരു 2 കാറ്റഗറി ആയിട്ടും ഉണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, പുഴമണ്ണ് ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ഓൾറെഡി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെടി എനിക്ക് കാണാൻ ഇഷ്ടപ്പെട്ടു. ഇത് അമ്മ കഴിഞ്ഞ ദിവസം എവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതും അടിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് റോക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്കൊരു ടെറാനിയം സെറ്റാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം ഉണ്ട്. റോക്സ് ഉണ്ട്, ഒരു പ്ലാന്റ് ഉണ്ട്, ഇതുണ്ടോ പുഴമണ്ണുണ്ട്, പിന്നെ നമ്മുടെ മോസ് ഉണ്ട്, പാറുവിൻ്റെ ചെടിച്ചട്ടി ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഇത്തിരി പുഴമണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ. സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കല്ല് എടുത്ത് വെക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീതെ വേണം മറ്റുള്ള ഹൈറ്റുള്ള റോക്ക് വെക്കാൻ.
ഓക്കെ, അന്നേരമാണ് ആ ഒരു ഇതിന് പോട്ടിന് ഹൈറ്റിൽ നിൽക്കത്തുള്ളൂ. ഹ്യൂജ് റോക്ക് ആണുള്ളതിൽ ഏറ്റവും ഹൈറ്റ് ഉള്ളത് കേട്ടോ. നമുക്ക് വെച്ച് നോക്കാം എത്രത്തോളം ഹൈറ്റ് വരുമെന്ന്. സോ ഇതിങ്ങനെ വയ്ക്കാനാണ് നമ്മുടെ പ്ലാൻ. അതിനു മുമ്പ് ഇതിന് സപ്പോർട്ട് താഴത്ത് വേറൊരു കല്ലെടുത്ത് വയ്ക്കാം. അത്യാവശ്യം കാണുമ്പോൾ നിസ്സാരമാണ്, പക്ഷെ ഭയങ്കര എഫർട്ടുള്ള പരിപാടിയാട്ടോ. നമ്മളൊരു ഏകദേശം ഒരു അറേഞ്ച്മെൻറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെയൊക്കെ ഏതായാലും മണ്ണ് ഫില്ല് ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഉള്ളതിൽ ഏറ്റവും ഹൈറ്റുള്ള കല്ലൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കല്ല് വെക്കുമ്പോൾ ഈ വെയിറ്റ് കൂടിയ കല്ലൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് നല്ല സപ്പോർട്ട് കൊടുക്കണം. അതായത് ചെറിയൊരു ഷേക്ക് വന്നാൽ പോലും മറിഞ്ഞു വീഴാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. അതിന് നമ്മൾ സെറ്റൊക്കെ ചെയ്ത് ഏറ്റവും അവസാനം നമ്മൾ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ നേരത്തായിരിക്കും ചിലപ്പോൾ എല്ലാം കൂടി ഇളകി താഴത്തേക്ക് വീഴും. അപ്പോൾ സെറ്റാവും എല്ലാം കൂടി. സോ ആദ്യം തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ സീനൊന്നും ഇല്ല കേട്ടോ. സംഭവം എളുപ്പമാണെന്ന് വിചാരിച്ചു, പക്ഷെ അല്ല കേട്ടോ, ഭയങ്കര ഇത്തിരി ടഫുള്ള കാര്യമാണ് സെറ്റാക്കി എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ മണ്ണൊക്കെ ഇട്ടിട്ട് ബാക്കി കല്ലൊക്കെ വെച്ചിട്ട് നോക്കാം ലുക്കൊക്കെ എങ്ങനെ വരുമെന്ന് കേട്ടോ. സോ ഇനി നമുക്ക് അത്യാവശ്യം ലുക്കുള്ള കുറച്ച് സ്റ്റോൺ സെലക്ട് ചെയ്ത് നമുക്ക് കാണുന്ന രീതിക്ക് തന്നെ വയ്ക്കാം കേട്ടോ. ഇപ്പോൾ അവിടെ നിന്ന് ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് ഓക്കെ. നമുക്ക് വേണ്ട സ്റ്റോൺസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചു തരാം സൈഡിൽ നിന്നൊക്കെ. ഇപ്പോൾ മേളിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഹൈറ്റും ഇതൊന്നും മനസ്സിലാവില്ല. ഓക്കെ, സൈഡിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ കല്ലൊക്കെ നമ്മളൊരു രീതിക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, ഏതൊരു ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ലുക്കാണ് കേട്ടോ. നാച്ചുറൽ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അടിപൊളിയായില്ലേ? ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം കേട്ടോ. സോ ഇനി നമുക്ക് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഗ്യാപ്പൊക്കെ.
ആവശ്യത്തിന് മണ്ണിട്ടിട്ടുണ്ട്. നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റുമോ കൂട്ടോ കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേനും ഏകദേശം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്തോരം മണ്ണ് വേണമെന്നൊക്കെ. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീതെ വെറുതെ തൂക്കിയിട്ടാണ് മണ്ണൊക്കെ നനവ് ചെല്ലുമ്പോൾ താഴത്തേക്ക് അങ്ങ് ഇരിക്കും നന്നായിട്ട്. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ചപ്പോൾ കണ്ടില്ല, നമ്മുടെ ഇപ്പോൾ ഫില്ല് ചെയ്ത മണ്ണ് കംപ്ലീറ്റ് കുത്തി ഒഴുകി താഴത്തേക്ക് പോയിട്ടുണ്ട്. സോ ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചകിരി എടുക്കുക. ചകിരി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് ഒഴുകി പോകുന്ന ഗ്യാപ്പ് കംപ്ലീറ്റ് ആദ്യം ഫില്ല് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗായ്സ് നമുക്ക് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ കുറച്ച് ഞാൻ ചകിരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒഴുകി പോകാൻ ചാൻസ് ഉള്ള ഗ്യാപ്പൊക്കെ ഇല്ല, അത് നമുക്ക് ചകിരി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടയ്ക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മളിനി വെള്ളം നിറച്ച് കഴിഞ്ഞാലും ആ ഒരു ഏരിയയിൽ മണ്ണ് ഒഴുകി പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി പായലൊക്കെ വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ മീത മണ്ണൊക്കെ ഇട്ടിട്ടില്ല, അതിൻ്റെ മീതയായിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ ആശാന വെച്ച് കൊടുക്കാം. ഓക്കെ, എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. ഇത് സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു 5-6 പോട്ടോടെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, പല വെറൈറ്റീസ് സെറ്റ് ചെയ്തിട്ട് ഓരോ റൂമിൽ വെക്കാം. അതാണ് എൻ്റെ പ്ലാൻ, സക്സസ് ആവുകയാണെങ്കിൽ. ഓക്കെ,
അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ മോസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, ഒരു ഗ്രീനറി ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത സെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് നട്ടു കൊടുക്കാം. ഓക്കെ, നമ്മുടെ ചെറിയ ചെറിയ പ്ലാന്റൊക്കെ നമ്മളിവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഒരു ടെറാനിയത്തിന് പറ്റിയ പ്ലാന്റ് അല്ലേ, ഒരു ചെറിയൊരു കാറ്റഗറി പ്ലാന്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഈ നമ്മൾ വെച്ചിരുന്ന മോസസ് ഇല്ലേ, ഇതിൻ്റെ ഒരു മണ്ണും നമ്മളുടെ സോയിലും ഒക്കെ ധാരാളമായിട്ട് മതിയാവുള്ളൂ. പിന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ചൂട് കൂടുതലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ വെച്ചേക്കുന്ന മോസസൊക്കെ വാടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നിറച്ചിട്ടുണ്ട് കണ്ടോ, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വെള്ളമൊക്കെ നിറച്ചു കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അസോളം കൂടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു ഭംഗിക്ക്, ചെറിയൊരു മോഡിഫിക്കേഷൻ അല്ലേ. ജി ജി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു ചെറിയൊരു ടെറാനിയം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ ഇതെനിക്ക് ചെറിയ ഇൻസ്പിറേഷൻ ആയിട്ടാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഇനി നമുക്ക് അനിയത്തിയോടും പാറുവിനോടൊക്കെ അഭിപ്രായം ചോദിക്കാം കേട്ടോ. നമുക്കിപ്പോൾ ചെടിച്ചട്ടി അടിച്ചു മാറ്റിയത് വറുത്താണോ എന്നൊക്കെ ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ആള് തിരക്കാൻ തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പിടിച്ച് വലിച്ചോണ്ട് പോകട്ടോ. പാറു എന്തൊക്കെയുണ്ട് വിശേഷം? തിരക്കിലാണോ? എന്തായാലും എൻ്റെ ഒരു ഫോട്ടോ അടിച്ചു പൊട്ടിച്ചില്ല, ഞാൻ സത്യമായിട്ടും അടിച്ചു പൊട്ടിച്ചില്ല, തൊടുത്തോണ്ട് പോകുന്നുണ്ട്. ശരിയാ, അടിച്ചു മാറ്റി എന്നുള്ളത് സത്യം. ഞങ്ങൾ പാവങ്ങളാണ്, ജീവിക്കാൻ വേണ്ടി പല ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്ന. അപ്പോൾ ചെറിയൊരു സാധനം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഷൂട്ട് ചെയ്യാൻ ജോലമാനുള്ളതുകൊണ്ട് അത്യാവശ്യം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാം. ഗൈസ്, ആദ്യമായിട്ട് ലൈവില് വീഡിയോയില് തല്ല് വാങ്ങാൻ പോവുകയാണ്. നടക്കുമോ, എന്തെങ്കിലും നടക്കുമെന്നൊക്കെ അറിയത്തില്ല. അതേ സാക്ഷികളൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട്? ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഈ ഫോട്ടോ കൊണ്ട് വെച്ച് ഇത്രയും നല്ലൊരു സംഭവം സെറ്റാക്കുന്നു. എങ്ങനെയുണ്ട് പാർവതി? ടോട്ടൽ ഒരു അഭിപ്രായം പറയൂ. ലുക്കായിട്ടുണ്ട്. ഒരു ഫോട്ടോയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ വെക്കുന്ന ശരിക്കും ആ ഒരു പ്ലാന്റ് അതിനകത്തുള്ളതാണോ, അതിലും ഇത്രയോടെ ഒരു അടിപൊളിയായിട്ടില്ല നമുക്ക് വെക്കാനായിട്ട്? അപ്പോൾ ഗായ്സ്, നമ്മുടെ പാറുവിന്റെ സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതെ, ഞാൻ രക്ഷപ്പെട്ടു, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ തല്ലണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് അവിടെ.
അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? നല്ല ആയിട്ടുണ്ട്. ഓക്കെ റിസൾട്ട് എന്തായാലും പൊളി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മീൻ ഇടാം കേട്ടോ. ഗപ്പീസിനെയോ ടെട്രാസിനെയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടുതലും പുറത്ത് ചാടി പോകാത്ത മത്സ്യങ്ങളില്ലേ, ചെറിയ ഇനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്താണ് ഗപ്പീസിന് ഇടുവായിരിക്കും ഇത്രയോടെ നല്ലത്. കാര്യം പറഞ്ഞാൽ ടെയില് നല്ല ഒരു ഗ്ലോസിനെസ് ഉള്ള നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുണ്ട് ചെടി. നല്ലൊരു ഐഡിയ കേട്ടോ. ഈ ചെടിയൊക്കെ ചെടി അവിടെ നിന്ന് കിട്ടിയെന്ന് അമ്മ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് അടിച്ചു മാറ്റിയതാന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതൊക്കെ നൈസായിട്ട് അങ്ങ് സെറ്റ് ആക്കല്ലേ. ഓക്കെ, നമ്മുടെ അപ്പുറപ്പുറം കാണുന്ന എല്ലാ വസ്തുക്കളും കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയൊരു സംഭവമായിട്ട്. അതെ, നമ്മുടെ അവിടെ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഓരോ സാധനങ്ങളും നമ്മൾ കൂടുതൽ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടും. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഈ പായലൊക്കെ കാണുമ്പോൾ ആലോചിക്കുക എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്താലോ ഇതുകൊണ്ടൊക്കെ എന്തൊക്കെ. അപ്പൊ അങ്ങനെ ഒരു തോന്നിയൊരു ഐഡിയ ആണിത്. Got an appreciation. All right. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ എനിക്കും ഇഷ്ടപ്പെട്ടു, പാറിനും ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്, അതിനകത്ത് കുറച്ച് ഗ്യാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു എല്ലാം ഒരു വെറൈറ്റി ഐറ്റം, ഒരു കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടെറാനിയെ നമ്മൾ ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സക്സസ് ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അപ്പം തന്നെ വിട്ടാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഗായ്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.